UAE-യിൽ തൊഴിൽ ഉടമയ്ക്കെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ഇനി മുതൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ആവില്ല. മാനവ വിഭവശേഷി മന്ത്രാലയം ഇന്നാണ് ഇത് സംബന്ധിച്ച വ്യക്തത നൽകിയത്. ജീവനക്കാരൻ മന്ത്രാലയത്തിൽ നിയമാനുസൃത പരാതി നൽകിയതിനാലോ തൊഴിൽ ഉടമയ്ക്കെതിരെ നിയമപരമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിനാലോ പ്രസ്തുത ജീവനക്കാരനെ പിരിച്ചുവിട്ടാൽ അത് നിയമവിരുദ്ധമോ ഏകപക്ഷീയമോ ആയ നടപടിയായി കണക്കാക്കുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ കോടതി നിശ്ചയിച്ച ന്യായമായ തുക ജീവനക്കാരന് നഷ്ടപരിഹാരം നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് പുതിയ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് പുറത്തിറക്കി. കെട്ടിടങ്ങൾ നവീകരിച്ചില്ലെങ്കിൽ ഇനി മുതൽ വാടക കൂട്ടാനാവില്ല. പഴയ കെട്ടിടങ്ങളുടെ ഉടമകൾ തങ്ങളുടെ കെട്ടിടങ്ങൾ നവീകരിച്ച് റേറ്റിംഗ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇനി വാടക കൂട്ടാനാവുകയുള്ളൂവെന്നാണ് പുതിയ വാടക സൂചികയിൽ വിശദീകരിക്കുന്നത്. ഇതനുസരിച്ച് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള സ്റ്റാർ റേറ്റിംഗുകളാണ് നൽകിയിട്ടുള്ളത്. റേറ്റിംഗ് അനുസരിച്ച് വാടകയും കൂട്ടാവുന്നതാണ്. ഇസ്രയേൽ ആക്രമണം ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി UAE. ഗസയിൽ ഗുരുതരമായി പരിക്കേറ്റവരും ക്യാൻസർ രോഗികളായ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായ 72 പേരെയാണ് രാജ്യത്തെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്രയേലിലെ റാമോൺ വിമാനത്താവളത്തിൽ നിന്ന് കരം അബുസലാം ക്രോസിംഗ് വഴിയാണ് ഇവരെ എത്തിച്ചിട്ടുള്ളത്. ഇതുവരെ 2254 രോഗികളും കുടുംബങ്ങളുമാണ് ഇത്തരത്തിൽ UAE-യിൽ എത്തിയിട്ടുള്ളതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്യുന്നു. പുതുവർഷം പുലർന്നു സ്വർണത്തിന് തുടർച്ചയായ വിലവർധന. തുടർച്ചയായ 2ാം ദിവസവും ദുബായിൽ സ്വർണ്ണവില ഉയർന്നു. ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് 24 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് ഇന്ന് വില 319 ദിർഹമാണ്. ഇന്നലെ അത് 318 ആയിരുന്നു. 22 കാരറ്റിന് ഇന്ന് 75 ഫിൽസ് വില വർദ്ധിച്ച് ഗ്രാമിന് 295 ദിർഹം 25 ഫിൽസായി കൂടിയിട്ടുണ്ട്. പലിശ നിരക്കുകളിലെ ഇടിവ്, ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ പിരിമുറുക്കം എന്നിവ കണക്കിലെടുത്ത് 2025-ൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിശകലന വിദഗ്ധരുടെ വിലയിരുത്തൽ. ഒമാനിലെ സലാലയിൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച സ്റ്റാൻലി തോമസിന്റെ മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. കൊല്ലം വള്ളിക്കാവ് ക്ലാപ്പന വട്ടശ്ശേരിക്കളം വീട്ടിൽ സ്റ്റാൻലി തോമസ് ആണ് കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. സലാലയിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിവരുന്ന സ്റ്റാൻലി തോമസ് കഴിഞ്ഞ 35 വർഷമായി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാർക്ക് ഏറെ പരിചിതനും ആയിരുന്നു. UAE-യിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്ന ബോസ് കുഞ്ചേരിയുടെ സ്മരണാർത്ഥം ഓർമ്മ ഏർപ്പെടുത്തിയ 2ാമത് ബോസ് കുഞ്ചേരി സാഹിത്യ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. കഥ, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. UAE-യിൽ നിന്നുള്ള എഴുത്തുകാരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. ഓർമ്മ ബോസ് award@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലാണ് സൃഷ്ടികൾ അയക്കേണ്ടതെന്ന് സംഘാടകർ അറിയിച്ചു. 37ാമത് ഇറ്റാലിയൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് സൗദി അറേബ്യയിലെ റിയാദിൽ തുടക്കമാകും. 1ാം സെമിയിൽ കോപ്പ ഇറ്റാലിയ റണ്ണറപ്പായ അറ്റ്ലാന്റ ഇന്റർ മിലാനുമായി ഏറ്റുമുട്ടും. ഇത് 5ാം തവണയാണ് സൗദി അറേബ്യ ഇറ്റാലിയൻ സൂപ്പർ കപ്പിന് വേദിയാകുന്നത്.